മണാലിയിലെ ബിയാസ് നദിയിലൂടെയുള്ള റിവർ റാഫ്റ്റിംഗ് മലയാളി യാത്രകളുടെ മൂന്നാമത്തെ മണാലി ഗ്രൂപ്പ് ട്രിപ്പിന് വന്ന ആളുകൾക്ക് മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു അത്. ഇതുവരെ നടന്ന മണാലി ഗ്രൂപ്പ് ട്രിപ്പുകളിൽ ഏറ്റവും അധികം മഞ്ഞ് കണ്ടത് 2025 ഫെബ്രുവരി 28 ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് മാർച്ച് 4 അവസാനിച്ച ഗ്രൂപ്പ് ട്രിപ്പിലെ ആളുകളാണ്. മഞ്ഞ് കാണണമെന്ന ആഗ്രഹവുമായി വന്ന ഇവര് എങ്ങോട്ട് നോക്കിയാലും മഞ്ഞ് കാണുന്ന അവസ്ഥയായിരുന്നു. മഞ്ഞിന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ പല ഭാഗത്തേക്കും യാത്ര ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. ആ കൊടുന്തണുപ്പിലും ഇവർ റിവർ റാഫ്റ്റിംഗ് ചെയ്തു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. ഈ ഗ്രൂപ്പ് ട്രിപ്പിൽ മഞ്ഞു മാത്രമായിരുന്നില്ല പ്രത്യേകത. ഡൽഹിയിൽ എത്തിയപ്പോൾ തന്നെ മണാലിയിൽ മഴ കൂടുതലാണെന്നും മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ടെന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞു. മണാലിക്ക് കുറച്ച് കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് വോൾവോ ബസ്സുകൾ യാത്ര അവസാനിപ്പിച്ചു. റൈസൻ എന്ന് പറയുന്ന ഭാഗത്ത് വരെയേ വോൾവോ ബസ്സുകൾ പോകുന്നുണ്ടായിരുന്നുള്ളൂ. റോഡിൽ മണ്ണിടിഞ്ഞ് റോഡ് ബ്ലോക്കായിരുന്നു. ലഗേജ് എടുത്ത് ബിയാസ് നദിയിലെ ചേറിലൂടെ കുറച്ചു ദൂരം ക്രോസ് ചെയ്താണ് ഞങ്ങൾ മണാലിയിലേക്ക് പുറപ്പെട്ടത്. എങ്ങനെയാണെങ്കിലും വോൾവോ ബസ്സിലിരുന്ന് ആദ്യത്തെ മഞ്ഞുമലയുടെ കാഴ്ച എല്ലാവരും ആസ്വദിക്കുന്നത് ഞാൻ കണ്ടു. ഇതെല്ലാ വർഷത്തെയും ഗ്രൂപ്പ് ട്രിപ്പിൽ ഞാൻ ഒപ്പിയെടുക്കുന്ന ഒരു കാഴ്ചയാണ്. മഞ്ഞുമല ജീവിതത്തിൽ ആദ്യമായി കാണുമ്പോഴുള്ള ആളുകളുടെ സന്തോഷം കാണുന്നത് എനിക്കും ഒരു സന്തോഷമാണ്. ഈ വീഡിയോ മലയാളി യാത്രകളുടെ 2025 ആദ്യത്തെ മണാലി ഗ്രൂപ്പ് ട്രിപ്പിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ആദ്യമായാണ് ഞാനും മണാലി ഇങ്ങനെ കാണുന്നത്. സാധാരണ എത്തുന്നതിൽ നിന്നും ധാരാളം വൈകിയാണ് ഇത്തവണ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തത്. റൂമിലെത്തി ഫ്രഷായി ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. ഹഡിംബ ടെമ്പിളിലേക്കാണ് സാധാരണ ഗ്രൂപ്പ് ട്രിപ്പിൽ വരുമ്പോൾ ആദ്യം പോകുന്നത്. അവിടേക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചിറങ്ങിയെങ്കിലും വാഹനങ്ങൾ ഹഡിംബ ടെമ്പിളിന്റെ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല. മഞ്ഞിന്റെ അളവ് ധാരാളമായത് തന്നെയാണ് കാരണം. എന്നാൽ ഞങ്ങൾ നിരാശരായില്ല. ട്രെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ മല, ആ തണുപ്പത്ത് ഞങ്ങൾ നടന്നു കയറി മഞ്ഞു മൂടിക്കിടക്കുന്ന ഹഡിംബ ടെമ്പിളിന്റെയും പരിസരത്തിന്റെയും ഭംഗി ആസ്വദിച്ച് കുറേ സമയം ചെലവഴിച്ചു. മണാലിയിലെ ട്രഡീഷണൽ ഡ്രസ് ഇട്ട് കുറച്ചുപേര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് തിരിച്ച് നടന്നിറങ്ങി മാൾ റോഡിലെത്തി ബാക്കി സമയം അവിടെ ചെലവഴിച്ച ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ആദ്യത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്? റൂമിൽ തണുപ്പുണ്ടോ? ചൂടാണോ? അയ്യോ, ഫസ്റ്റ് ഡേയിലെ കറക്കം ഫുള്ള് കഴിഞ്ഞ് തണുത്ത് മരവിച്ച് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന തണുപ്പ് പോരാഞ്ഞിട്ട് ഊഞ്ഞാലിലിരുന്ന് ആടുകയാണ്. സാധാരണ എല്ലാ വർഷത്തെയും ഗ്രൂപ്പ് ട്രിപ്പിൽ നമ്മൾ പോകുന്ന ഐറ്റിനറി ഒന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. 2:30 ആയപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഹഡിംബ ടെമ്പിൾ പോയി. സാധാരണ ഹഡിംബ ടെമ്പിളിന്റെ പാർക്കിംഗ് വരെ വണ്ടി പോകാറുണ്ട്. ഇത്തവണ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഹഡിംബയിൽ പോയത്. പക്ഷേ ഹഡിംബ ടെമ്പിൾ വർത്തിയായിരുന്നു. കാരണം അവിടെ ഫുള്ള് സ്നോ ആയിരുന്നു, നല്ല രസമായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഹഡിംബ ടെമ്പിൾ അങ്ങനെ കാണുന്നത്. ഈ വർഷത്തെ എല്ലാ എക്സ്പീരിയൻസും എനിക്കും പുതിയതാണ്. കാരണം ഞാനിങ്ങനെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊന്നും സ്നോ ഒന്നും കണ്ടിട്ടില്ല. എങ്ങനെയാണെങ്കിലും അടിപൊളി. നാളത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നാളെ എന്താണ് കരുതി വെച്ചേക്കുന്നതെന്ന് വെയിറ്റിംഗ് ആണ്. നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ആദ്യത്തെ ദിവസം വൈകി എത്തിയത് കൊണ്ട് തന്നെ സൈറ്റ് സീയിങ്ങിന് അധികം പോകാൻ സാധിച്ചില്ല. അതോടൊപ്പം മണ്ണിടിച്ചിലും കാലാവസ്ഥയിലെ അനിശ്ചിതത്വവും ഒക്കെ മനസ്സിൽ ഒരുപാട് ആശങ്കകൾ നിറച്ചിരുന്നു. രണ്ടാമത്തെ ദിവസം കാലാവസ്ഥ തെളിഞ്ഞതോടെ നല്ല സന്തോഷമായിരുന്നു എല്ലാവർക്കും. നല്ല വെയിലും ചുറ്റും മഞ്ഞും. സാരംഗേ, എഴുന്നേക്ക്. സമയം ഒരുപാടായി. മോനെ എഴുന്നേര്. പോണില്ലേ? എന്ത് തുറക്ക്. ഗ്രൂപ്പ് ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസം സ്നോ പോയിന്റിലേക്കുള്ള യാത്രയാണ്. സോളങ് വാലി പിന്നിട്ട് അടൽ ടണൽ കണ്ട് ആ ഭാഗത്തൊക്കെ മഞ്ഞ് ആസ്വദിക്കാൻ എല്ലാ വർഷവും സാധിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം അത് സാധിക്കില്ല എന്ന് രാവിലെ തന്നെ ഉറപ്പായി. പോകുന്ന വഴി മുഴുവൻ മഞ്ഞാണ്. അടൽ ടണൽ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല എന്ന് അറിയാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എവിടെ വരെ പോകാൻ സാധിക്കുമോ പരമാവധി അവിടെ വരെ പോയി മഞ്ഞ് ആസ്വദിച്ചിട്ട് തിരിച്ചു മടങ്ങാനാണ് ഇന്നത്തെ പ്ലാൻ. പേരായിരുന്നു ഇത്തവണത്തെ ഗ്രൂപ്പ് ട്രിപ്പിനുണ്ടായിരുന്നത്. 2 ട്രാവലറിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ട്രാവലർ കടത്തിവിടുന്നത് വരെ ആ വണ്ടിയിൽ പോയ ശേഷം അവിടെ നിന്ന് മറ്റു വാഹനം ഹയർ ചെയ്താണ് സ്നോ പോയിന്റിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയിലെ ഗ്രാമങ്ങളും ആപ്പിൾ തോട്ടങ്ങളും ഒക്കെ മഞ്ഞു മൂടിക്കിടക്കുന്നത് ഒരു അവിസ്മരണീയമായ കാഴ്ചയായിരുന്നു. ഈ ഗ്രൂപ്പ് ട്രിപ്പിന് വന്ന ആരും ഈ കാഴ്ച മറക്കില്ലെന്നുറപ്പാണ്. വണ്ടിയിൽ ചേട്ടൻ ഇറങ്ങി പോവുകയാണ് ബ്ലോക്ക് കാരണം.
ബ്ലോക്ക് ഇപ്പൊ മാറ്റി തരും പുള്ളി വന്ന്. അതുവരെ 2 വണ്ടിയിൽ നമ്മുടെ യാത്രക്കാരെല്ലാം ഉണ്ട്. ഹായ് പറ, എല്ലാരും ഹായ് പറ. മഞ്ഞിന്റെ അളവ് കൂടുതലായതിനാൽ ഇത്തവണ സോളങ് വാലിയിലേക്കും പോകാൻ സാധിച്ചില്ല. രണ്ടാമത് ഹയർ ചെയ്ത വാഹനം പോകുന്നതുവരെ പോയി അവിടെ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് 2 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു. വാഹനം ഇറങ്ങിയ ഭാഗത്ത് ഫ്രഷ് മഞ്ഞ് ധാരാളം ഉണ്ടായതുകൊണ്ട് ഏകദേശം 1.5 മണിക്കൂറോളം ഇവിടെ മഞ്ഞിൽ കളിച്ച് സമയം ചെലവഴിച്ചു. കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ചിലര് മണാലിയുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് മഞ്ഞിൽ നിന്നും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. തിരികെ പോകുന്ന വഴി ബിയാസ് നദിക്ക് കുറുകെയുള്ള സിപ്പ് ലൈനും കുറച്ചുപേർ എക്സ്പീരിയൻസ് ചെയ്തു. മഞ്ഞിന്റെ അളവ് ധാരാളം കൂടിയാൽ മണാലിയിലെ അവസ്ഥ ഇതാണ്. വിചാരിക്കുന്നത് പോലെ നമുക്ക് സ്ഥലങ്ങൾ കാണാൻ സാധിക്കില്ല. എല്ലായിടത്തേക്കും എല്ലാ വാഹനങ്ങളും കടത്തിവിടില്ല. പല ഭാഗത്തേക്കും പോകാൻ സമ്മതിക്കില്ല. ആ കാലാവസ്ഥ കാരണം ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കി സമാധാനിക്കാനേ സാധിക്കൂ. മറ്റു വഴികളില്ല. 2ാമത്തെ ദിവസവും സന്തോഷത്തോടെ അവസാനിച്ചു. ഇനി 3ാമത്തെ ദിവസം കുളുവിലെ അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ്. കുളുവിലെത്തിയാൽ പാരാഗ്ലൈഡിങ്ങും റിവർ റാഫ്റ്റിങ്ങുമാണ് ഗ്രൂപ്പ് ട്രിപ്പിന് വരുന്ന ആളുകൾ അധികവും ചെയ്യാറ്. ഇത്തവണ അത് ചെയ്യുവാൻ ധാരാളം ആളുകൾക്ക് ആഗ്രഹവുമുണ്ട്. എന്നാൽ കാലാവസ്ഥയ്ക്ക് 2ാമത്തെ ദിവസത്തെ തെളിച്ചമില്ല. നല്ല തണുപ്പ്. ഗ്രൂപ്പ് ട്രിപ്പിന്റെ ഭാഗമായി മണാലിയിലൂടെ കറങ്ങുമ്പോൾ കുളുവിലേക്ക് നഗർ ക്യാസിലൊക്കെ കണ്ട് ആ ഭാഗത്തുകൂടെയാണ് യാത്ര ചെയ്യാറ്. പോകുന്ന വഴിയാണ് സജില വെള്ളച്ചാട്ടം. സജില വെള്ളച്ചാട്ടത്തിൽ ഇന്നത്തെ ദിവസം ആദ്യം എത്തിയത് ഞങ്ങളാണ്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവിടെ ചായക്കടയൊക്കെ തുറന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തണുപ്പ് അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചു നേരം തീ കായുവാനുള്ള സൗകര്യമൊക്കെ ആ ചായക്കടയിലെ ചേച്ചിമാർ ഒരുക്കി തന്നു. ഏകദേശം 1 മണിക്കൂറോളം സജില വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അവിടെ ചിലവഴിച്ചു. പോകുന്ന വഴി നഗർ ക്യാസിൽ കൂടി കണ്ടു. പക്ഷേ അപ്പോഴേക്കും മഴ ആരംഭിച്ചിരുന്നു. വീഡിയോ അധികം എടുക്കാൻ സാധിച്ചില്ല. നഗർ ക്യാസിലിന്റെ ഭംഗി ആസ്വദിച്ച് നേരെ കുളുവിലേക്കാണ് പോകുന്നത്. പാരാഗ്ലൈഡിംഗ് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് ഏകദേശം തീരുമാനമായി. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമാണ് പാരാഗ്ലൈഡിംഗ് ചെയ്യാൻ സാധിക്കുക. ഇനി റിവർ റാഫ്റ്റിംഗ് ആണ് പ്രതീക്ഷ. ഈ തണുപ്പത്ത് ഇവർ റിവർ റാഫ്റ്റിംഗ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഈ മഞ്ഞു പെയ്ത് കിടക്കുന്ന സാഹചര്യത്തിൽ തണുപ്പ് കൂടിക്കിടക്കുന്ന അവസ്ഥയിൽ മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ആ മഴ നനഞ്ഞുകൊണ്ടേ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 12 പേരോളം റിവർ റാഫ്റ്റിംഗ് ചെയ്തു. പ്രധാനപ്പെട്ട റോഡിലൂടെ പോകാതെ നഗർ വഴി പോയി കഴിഞ്ഞാൽ ഗ്രാമങ്ങളുടെ ഭംഗി ആസ്വദിക്കാം. അതോടൊപ്പം ദേവദാരു മരങ്ങൾ നിൽക്കുന്ന റൂട്ടിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്ത് കുളുവിലേക്ക് എത്തുന്നത്. അതാണ് ഈ റൂട്ടിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അതോടൊപ്പം ഈ റൂട്ടിൽ വാഹനങ്ങളുടെ തിരക്കും കുറവായിരിക്കും. ഇനി ഈ ഗ്രൂപ്പ് ട്രിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്, കുളുവിലെത്തി റിവർ റാഫ്റ്റിംഗ്. പിടിക്ക് പിടിക്ക്. ആ കൊള്ളാം കൊള്ളാം. ആ എന്തായാലും പറയാനുണ്ടോ? ആ മണാലിയിലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞ എല്ലാ വർഷവും അവർ വന്ന് പറയുന്ന റിവ്യൂ കേൾക്കുവാൻ നല്ല രസമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ നഷ്ടമായിരുന്നേനെ എന്നാണ് ഒട്ടുമിക്ക ആളുകളും പറയാറ്. ഈ റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞ് ഈ ഗ്രൂപ്പിലുള്ള ആളുകളും വന്ന് പറഞ്ഞത് അത് തന്നെയാണ്, ചെയ്തില്ലെങ്കിൽ നഷ്ടമായി. भाई हेलमेट लगाओ प्लीज और प्रॉपर्ली गेट डाउन करो प्रॉपर्ली. ഈ കുഞ്ഞു വീഡിയോ ഈ ഗ്രൂപ്പ് ട്രിപ്പിൽ വന്ന ആളുകൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരുടെ യാത്രയുടെ അനുഭവം വീണ്ടും ഒന്ന് കാണുവാൻ വേണ്ടി ചെയ്തതാണ്. മലയാളി യാത്രകളുടെ ഗ്രൂപ്പ് ട്രിപ്പിന്റെ അപ്ഡേറ്റുകൾ മലയാളി യാത്രകൾ ഇൻസ്റ്റാഗ്രാം പേജിലും വാട്സപ്പ് ചാനലിലും വരാറുണ്ട്. ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നമ്മുടെ ചാനലിൽ വീഡിയോകൾ കുറവാണ്. ഗ്രൂപ്പ് ട്രിപ്പുകൾ നടക്കുന്നതായിരുന്നു കാരണം. ഗ്രൂപ്പ് ട്രിപ്പുകളൊക്കെ അവസാനിച്ചു. അടുത്ത ഗ്രൂപ്പ് ട്രിപ്പുകൾ വരുന്നതുവരെ യാത്രകൾ തുടരുകയാണ്.
യാത്രകളുടെ വിശദാംശങ്ങളുമായുള്ള യാത്രാ വീഡിയോസൊക്കെ ഉടൻ തന്നെ വരും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.